ഇവിടെ ഈ ഫാമിലി ആണെങ്കിൽ എപ്പോഴും മീറ്റ് മാത്രമായിരിക്കും കഴിക്കുക. എല്ലാ ദിവസവും മീറ്റ് കഴിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ മോന് അതിന് ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു ദിവസം രാത്രിക്ക് ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് അവൻ അവന്റെ അച്ഛനും അമ്മയോട് ചോദിക്കുന്നുണ്ട്, എവിടുന്ന് ഇത്ര മാത്രം മീറ്റ് കിട്ടുന്നേ, അതായത് സാധാരണ ഇറച്ചിയൊന്നും വാങ്ങാറില്ലല്ലോ എന്ന രീതിയിലാണ് ആ കുട്ടിപ്പയ്യൻ ചോദിച്ചത്. എന്നാൽ ഇത് കേട്ട അവന്റെ അമ്മ കുറച്ച് മൂഡ് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവനോട് ഫുഡ് കഴിച്ച് കഴിഞ്ഞെങ്കിൽ ഉറങ്ങാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിപ്പയ്യനെ കൂട്ടി പോകുന്നുണ്ട്. അവൻ അതിനൊരു ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് മാത്രമല്ല, അവന് ഡെയിലി ഇങ്ങനെ മീറ്റ് കഴിക്കുന്നതുകൊണ്ട് തീരെ താല്പര്യമില്ല. അന്ന് അവന് ഉറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യത്തിൽ നല്ല ഡൗട്ട് തോന്നിയ ആ കുട്ടിപ്പയ്യൻ നേരെ അവന്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവന്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നത് ഒരു മോർച്ചറിയിലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഒളിച്ചു നിന്ന് നോക്കുന്ന സമയത്ത് അവന്റെ അച്ഛൻ പാത്തും പതുങ്ങിയും ആരും കാണാതെ മോർച്ചറിന്റെ അകത്തേക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ബോഡിയിൽ നിന്ന് മീറ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട പയ്യൻ ഒരുപാട് പേടിയായെങ്കിലും മിണ്ടാതെയിരുന്നു. അതിനുശേഷം താഴെ വീണ ഒരു കത്രി എടുത്തിട്ടായിരുന്നു അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴി അവന്റെ അച്ഛനും വരുന്നുണ്ടായിരുന്നു കേട്ടോ. മകനോട് കാറിൽ കയറി ഇരിക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം ഈ വെള്ള ബാഗിൽ എന്താ എന്ന രീതിയിൽ അവൻ അത് തൊടാൻ പോകുന്ന സമയത്ത് അവന്റെ അച്ഛൻ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ പുറത്തു പോയിട്ട് ലേറ്റ് ആയി വന്നതിനെ പറ്റിയിട്ട് അമ്മ അവനെ നല്ലപോലെ വഴക്ക് പറയാൻ തുടങ്ങി. പെട്ടെന്ന് ആ അച്ഛൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വെള്ള ബാഗ് പോയി എടുത്തിട്ട് വാ എന്ന് പറയുന്ന സമയത്ത് അവരുടെ ദേഷ്യം തന്നെ എങ്ങോട്ടോ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നും രാത്രി ഡിന്നറിന് മീറ്റ് തന്നെയായിരുന്നു കഴിക്കാനുണ്ടായത്. അതേ സമയത്ത് അവന്റെ കയ്യിൽ നിന്ന് ആ കത്രിക താഴെ വീണിട്ടുണ്ട്. ഇത് എന്റെ അച്ഛൻ കണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്തില്ല. അതായത് അവനൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാത്രിക്ക് അച്ഛനും അമ്മയും ഉറങ്ങിയ സമയത്ത് അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്റെ വീട്ടിലെ ബേസ്മെന്റിനുള്ളിലേക്ക് പോവാണ്. അവിടെയാണെങ്കിൽ ഒരു രക്തം പുരണ്ട ഒരു കത്തി ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ആ കുട്ടിപ്പയ്യന്റെ ദേഹത്തേക്ക് കാല് വന്ന് തട്ടുകയും ചെയ്തു. ഇത് കണ്ട് പേടിച്ച് അവൻ ഓടിപ്പോയെങ്കിലും അവിടെ എത്തിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അവന്റെ അച്ഛൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് അവന്റെ റൂമിൽ. അവനാണെങ്കിൽ കീശയിൽ നിന്ന് ഒരു സ്നാക്ക് എടുത്തിട്ട് ഇതെടുക്കാൻ കിച്ചൺ വരെ പോയതാണെന്ന് പറയുന്നുണ്ട്. അയാൾ അവനെ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഈ കുട്ടിപ്പയ്യൻ അത് അവന്റെ ടീച്ചറോട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവന്റെ ടീച്ചറും സത്യമാണെന്ന് അറിയാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതായിരുന്നു. ആദ്യം ആ വീട്ടിലൊന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു ഒരു ഡെഡ് ബോഡി എവിടുന്നോ വന്ന് വീണത് കേട്ടോ. രണ്ടുപേരും കൂടെ പേടിച്ച് ഓടുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ അച്ഛൻ വന്നിട്ട് ആ ടീച്ചറുടെ തല കടിച്ചിട്ട് അവരുടെ കാര്യത്തിൽ തീരുമാനമാക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാത്രിക്ക് ആ ടീച്ചറെ വെട്ടി നോക്കിയിട്ട് ഇന്നത്തെ ഡിന്നർ ആ ടീച്ചറാണെന്ന് പറയുന്നതായിരുന്നു. സ്റ്റോറിയുടെ നെയിം ഞാൻ മെൻഷൻ ചെയ്തേക്കാം. കൂടുതൽ സ്റ്റോറീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.